ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു കോട്ടൺ മെറ്റീരിയലിൽ ഒരു സിമ്പിളായിട്ടൊരു സ്ലീവ്ലെസ് ടോപ്പാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അധികം പണിയൊന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ തുണി ഇതുപോലൊരു നടുക്കൂടെ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഹാഫ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള നല്ലൊരു അളവ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ആം ഹോളും ഷോൾഡറും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ അധികം ഷോൾഡർ കയറ്റുന്നില്ല. എൻ്റെ ഷോൾഡറിൻ്റെ അതേ വിഡ്ത്തിൽ തന്നെയാണ് ഞാൻ സ്ലീവ്ലെസ് ടോപ്പ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് എൽ ഷേപ്പിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലൊരു 1/4 ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും 2 ഇഞ്ച് മാറിയിട്ട് ഇതുപോലെ ഒന്ന് കർവ് രൂപത്തിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ അധികമായിട്ട് എടുത്തേക്കുന്നത് 1 ഇഞ്ചാണ് കേട്ടോ. ഇതെൻ്റെ കറക്റ്റ് അളവിലുള്ളൊരു തുണിയാണ്. എനിക്ക് കട്ട് പീസായിട്ട് ലാസ്റ്റ് പീസിൽ കിട്ടിയതാണിത്. 140 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. എന്നിട്ട് നമ്മൾ വരച്ച അതിൽ നിന്നും പുറത്തൂടെ ഒന്ന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ താഴോട്ടേക്കും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സ്ലിറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അളവിനെ അവിടെ വെച്ചിട്ട് തന്നെ സ്ലിറ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ 45 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 45 ഇഞ്ച് വേണമെങ്കിൽ ഞാൻ 46 ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒന്ന് അടിയിൽ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും വിട്ടിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ സെൻറ്ററിലൊന്ന് വെട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടേണ്ടതുണ്ട്. അതിന് ഇതുപോലെ ഒന്ന് നടുക്കൂടെ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി വരച്ച ആ വരയിൽ നിന്നും 1/2 ഇഞ്ച് മാറിയിട്ട് ഉള്ളോട്ടേക്ക് കുഴിച്ചൊന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ കർവ് രൂപത്തിൽ വരച്ചതിന് ശേഷം നമ്മൾ പുറത്തൂടെ വരച്ച ആ വരയിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യണം. മുകളിൽ 1/4 ഇഞ്ച് വിട്ടിട്ട് ഞാൻ 16 സെൻറ്റിമീറ്ററാണ് അകലെടുത്തേക്കുന്നത്. 14 ഇറക്കം എടുത്തത്. ഞാൻ സ്ക്വയർ കഴുത്താണ് കേട്ടോ ഫ്രണ്ടിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങ് അകത്തിയാൽ നമുക്ക് കഴുത്ത് ഇങ്ങനെ ഷോൾഡറിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെയല്ലാതെ ഒരു അത്യാവശ്യം കുടുങ്ങിയ ടൈപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ബാക്ക് കഴുത്ത് നമ്മൾ ഇതേപോലെ തന്നെ 16 സെൻറ്റിമീറ്ററിൽ അകലം കൊടുക്കുന്നുണ്ട്. 14 സെൻറ്റിമീറ്ററാണ് ഇറക്കം കൊടുക്കുന്നത്. ബാക്കിൽ റൗണ്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ കർവ് രൂപത്തിലൊന്ന് വരച്ചു കൊടുക്കുക. ഒരു സൈഡ് മാത്രം വരച്ചാൽ മതി. ഒന്ന് നന്നായിട്ട് വരച്ചെടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആദ്യം വരച്ച മാർക്കിങ് തൊട്ടിപ്പുറത്തെ വശത്തും വരും കേട്ടോ. ഇനി നമുക്ക് കഴുത്തിനും കൈക്കും വേണ്ട പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബാക്കി വരുന്ന പീസിൽ ഇതുപോലെ ക്രോസ് ആയിട്ട് വരച്ചിട്ടാണ് നമ്മൾ കഴുത്തിനും കൈക്കും വേണ്ട തുണി കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ചതുരം വരയ്ക്കുമ്പോൾ ഡയഗണൽ വരയ്ക്കുന്ന രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ മാത്രമേ തുണി നമുക്ക് വലിഞ്ഞ് കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അടിക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മാർക്ക് ചെയ്ത് വരയുടെ തൊട്ട് പുറത്തോടെയായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച പീസ് എടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്ക്വയർ കഴുത്തായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാക്ക് കഴുത്ത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച പീസ് വെച്ചിട്ട് കഴുത്ത് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അത് പ്രസ് ചെയ്ത് അടിക്കുന്നില്ല. നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ഫ്രണ്ട് പീസും ബാക്ക് പീസ് ഇതുപോലെ വെച്ചിട്ട് ബാക്ക് കഴുത്തിനായിട്ട് വെച്ച പീസ് നമ്മൾ ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ. രണ്ടും ആദ്യം ബാക്ക് പീസും ഫ്രണ്ട് പീസും ജോയിൻറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്ക് കഴുത്തിനായിട്ട് വെച്ച പീസ് ഉള്ളോട്ടേക്ക് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സൈഡ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. സൈഡ് നിങ്ങളുടെ അളവ് വെച്ച് വരഞ്ഞോളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്ലിറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ഡബിൾ സ്റ്റിച്ചിട്ട് അവിടെ ഒന്ന് ഉറപ്പിക്കുക. എന്നിട്ട് നമുക്ക് സ്ലിറ്റ് അടിച്ചു കൊടുക്കണം കേട്ടോ. സ്ലിറ്റ് നമ്മൾ താഴെ നിന്നാണ് കേട്ടോ അടിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ച് വെക്കുന്നുണ്ട്.
ഇത് കറക്റ്റ് അളവ് തന്നെയായിരുന്നു എനിക്ക്, അതുകൊണ്ട് താഴോട്ടേക്ക് പ്രത്യേകം കട്ട് ചെയ്തിടേണ്ടതില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അളവ് വെക്കുമ്പോൾ നിങ്ങൾ 1 ഇഞ്ച് അധികമാക്കി ഇട്ടിട്ട് എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടിക്കുമ്പോൾ ഒരു സൈഡ് അടിക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് നിന്നോളും. അതുകൊണ്ട് ഞാൻ മറ്റേ സൈഡ് പതിച്ചടിക്കുന്നില്ല, ഒരു സൈഡ് മാത്രമേ അടിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നും സ്ക്വയർ രൂപത്തിലാണ് അടിച്ച് താഴോട്ടേക്ക് പോകേണ്ടത് കേട്ടോ. ആ ജോയിൻറ്റിലെത്തുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വെക്കാനിട്ട് ഇതിൽ കാണുന്ന പോലെ നമ്മൾ സ്ക്വയർ ആക്കിയിട്ട് അടിച്ച് തിരിച്ചെടുക്കണം. എന്നിട്ട് താഴോട്ടേക്ക് ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അടിഭാഗം നമുക്ക് മടക്കി അടിക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. ഒരു സ്ലീവ്ലെസ് ടോപ്പ് അടിക്കാൻ വളരെ സിമ്പിളായിട്ട് കഴിയും. കാരണം കൈയൊന്നും അടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അത് ഇടുമ്പോൾ ചുരുങ്ങി നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ.